ഗുഡ് മോർണിംഗ്. എനിക്ക് ഈ 4 ദിവസത്തെ ക്ലാസ് എനിക്ക് വളരെ എഫക്റ്റീവായിരുന്നു. കാര്യം അതിൻ്റെ ഓരോ ചലഞ്ചും വളരെ എഫക്റ്റീവായിരുന്നു. ഞാൻ കുറേ നാളായിട്ട് പ്രാക്ടീസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങളാ ഈ 4 ദിവസം കൊണ്ട് എനിക്ക് ചെയ്യാൻ സാധിച്ചത്. കാര്യം ഒന്നാമത്തെ കാര്യം ഈ സോഷ്യൽ മീഡിയയുടെ തന്നെയാണ്. ഞാൻ മോട്ടിവേഷനാണ് കാണുന്നതെങ്കിലും അതിൽ പറഞ്ഞതുപോലെ നമ്മൾ ഒരു 5 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്ക് വീണ്ടും അത് 10, 20, 25 അങ്ങനെ ഒരുപാട് നീണ്ടു പോകുന്നുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും മാറ്റിവെക്കും. യൂസ്ഫുള്ളായിട്ടുള്ള പല കാര്യങ്ങളും അതായത് ബുക്ക് റീഡിങ് അങ്ങനെ നമ്മളെന്തെങ്കിലും ടു ഡു ലിസ്റ്റിൽ ചെയ്യാനായിട്ട് വിചാരിച്ചിരുന്ന കാര്യങ്ങൾ പലതും അങ്ങനെ ഒരുപാട് എനിക്ക് ചെയ്യാതായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ചലഞ്ചിൽ ആ ഒരു രാവിലെ മുതൽ വൈകിട്ട് 6 മണി വരെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞത് എനിക്ക് വലിയൊരു ബെനിഫിറ്റാണ്. കാര്യം അങ്ങനെ അതുപോലെ സ്ട്രിക്റ്റായിട്ട് ഒരാൾ നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ടെന്ന് കാണുമ്പോൾ നമ്മൾ അതുപോലെ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്കത് ചെയ്യാനും തോന്നത്തില്ല. അപ്പോൾ നമുക്ക് എനിക്ക് ഭയങ്കര ഒരു യൂസ്ഫുള്ളായിരുന്നു ഇത് ഈ 4 ദിവസത്തെ ക്ലാസ്. അപ്പോൾ അത്രയും ദിവസം സമയം ഞാൻ നോക്കാതിരുന്നപ്പോൾ എനിക്ക് ആ ബുക്ക് റീഡിങ്ങിന് ഓഡിയോ ബുക്ക് കേൾക്കാനും അതിലെ ഫുള്ള് കേട്ട ശേഷം അതിൻ്റെ മെയിൻ പോയിൻറ്റ്സ് എഴുതി വയ്ക്കാനും അത് മനസ്സിലാക്കാനും ഒക്കെ പറ്റി. അതുപോലെ ഓരോ ബുക്ക് ഓരോ ദിവസം ഓഡിയോ ബുക്ക് അയച്ചു തരുന്നത് എല്ലാം വളരെ ബെനിഫിറ്റായിരുന്നു. ഈ നല്ലൊരു എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും നാളും ഒറ്റയ്ക്ക് കൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ ഈ ഒരു 4 ദിവസം കൊണ്ട് എനിക്കത് സാധിച്ചെടുക്കാൻ പറ്റി എന്നുള്ളതാണ്. അതുപോലൊരു ഒരു മെൻറ്ററിങ് ചെയ്ത സാർ വളരെ പവർഫുള്ളായിട്ടാണ് ചെയ്തത്. ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ട് അപ്ഡേറ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കി ചോദിക്കുകയും പറയും ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ ചോദിച്ചതിന് കറക്റ്റ് ആൻസർ തരുകയൊക്കെ ചെയ്തത് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു ഈ 4 ദിവസം. അപ്പം 60 ഡേയ്സ് പറയാൻ പറ്റത്തില്ല. താങ്ക് യു വെരി മച്ച്. അതുപോലെ പാഴ്ചെടി നടുന്നത് അത് ഞാൻ എടുത്ത് എനിക്ക് നമുക്ക് ചെയ്യാനും പറ്റും. എന്ന് വെച്ചാൽ നമുക്ക് ഒരാൾ നമ്മളെ കെയർ ചെയ്യാനുണ്ടെന്നറിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് അത് അതുപോലെ ചെയ്ത് അയക്കാനും അത് അപ്ഡേറ്റ് ചെയ്യാനും ഒക്കെയുള്ള ഒരുപാട് എനിക്ക് പറയാൻ പറ്റത്തില്ല. അത്രത്തോളം എനിക്ക് ബെനിഫിറ്റായിരുന്നു ഈ ദിവസങ്ങൾ. ഞാനങ്ങനെ ചെടി നടുകയും ചെയ്തു. അതിൽ പൂ പിടിച്ചത് ഞാൻ ആ സാറിന് ഞാൻ ഫോട്ടോ അയച്ചു കൊടുക്കുകയും ചെയ്തു. അത്ര ഒരു എഫക്റ്റീവായിരുന്നു. അത് കാണുമ്പോൾ നമ്മുടെ സന്തോഷം പിന്നെ പ്രകൃതിയായിട്ട് കുറച്ച് നേരം പോയിരിക്കുക, പുറത്ത് പോയി നോക്കണം, ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഞാൻ നേരത്തെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാലും നമുക്ക് ഒരാൾ നമ്മളെ മെൻറ്റർ ചെയ്യാനായിട്ടുള്ളപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. ഒരുപാട് ഹെൽപ്ഫുള്ളായിരുന്നു ഈ ഒരു 4 ദിവസം കൊണ്ട് മാത്രം. അപ്പോൾ കണ്ടിന്യൂ ചെയ്യാനുള്ള അവസ്ഥ എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.